നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആദ്യം പ്രധാന വാർത്തകൾ. സത്യപ്രതിജ്ഞാവേദിയിലും കട്ടക്കലിപ്പ്. മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രി. പങ്കെടുക്കാതെ AK ശശീന്ദ്രൻ ഒഴികെ മന്ത്രിമാരും. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തിലെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തി നിർവഹിക്കുമെന്നും മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും. കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, ഗണേഷിന് ഗതാഗതം. പഴയ ഗതാഗത മന്ത്രിക്ക് പരോക്ഷ വിമർശനം. ഇവിടെ ചോർച്ച ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ച ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുണ്ട്. തുറമുഖം VN വാസവന്. അയോധ്യയിൽ നിലപാടില്ലാതെ കോൺഗ്രസ്. നേതാക്കൾക്കുള്ള ക്ഷണം വ്യക്തിപരമെന്ന് KC വേണുഗോപാൽ. BJP മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ്. വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്താൻ നീക്കമെന്ന് CPM. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന് കുറ്റപത്രം. നടന്നത് ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള അതിക്രമം. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് നിലപാട് തേടി ഹൈക്കോടതി. ആറളം ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടെന്ന് പോസ്റ്റർ. വയനാട് തിരുനെല്ലിയിൽ പോസ്റ്റർ പതിച്ചത് മാവോയിസ്റ്റുകൾ. കവിതയുടെ മരണം ചികിത്സയിലിരിക്കെ. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. അടിയന്തര യോഗം വിളിച്ചു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും. കുർബാന ഏകീകരണത്തിൽ തർക്കം തുടരുന്നു. പ്രതിഷേധവുമായി വിശ്വാസികൾ. കുർബാന തടസ്സപ്പെടുത്തുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം. വത്തിക്കാൻ ഇടപെടൽ ഉടൻ. മുഖം മിനുക്കി മന്ത്രിസഭ. രാജ്ഭവനിലെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുത്തില്ല. കടന്നപ്പള്ളി രാമചന്ദ്രൻ സഗൗരവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ KB ഗണേഷ് കുമാർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പുതിയ മന്ത്രിമാരെത്തിയതോടെ വകുപ്പുകളിലും മാറ്റമുണ്ടായി. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു. VV അരുണിന്റെ റിപ്പോർട്ട്. രണ്ട് പുതിയ മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിലെത്തി. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും രണ്ടുപേരും മൂന്നാം തവണയാണ് മന്ത്രിമാരാകുന്നത്. ഇടത് വലത് മുന്നണികളുടെ മന്ത്രിസഭകളിൽ അംഗമായെന്ന അപൂർവത KB ഗണേഷ് കുമാറിന് സ്വന്തമാണ്. 2001 AK ആന്റണി മന്ത്രിസഭയിൽ, 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായിരുന്നു KB ഗണേഷ് കുമാർ. 2016 പിണറായി മന്ത്രിസഭയിൽ, 2006 VS മന്ത്രിസഭയിലും, ഇപ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭയിലും. അങ്ങനെ മൂന്നാം തവണ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിയാവുകയാണ്. KB ഗണേഷ് കുമാറിന് അദ്ദേഹം ആന്റണി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പ് തന്നെ ലഭിക്കും. ആന്റണി രാജുവിൻ്റെ പകരക്കാരനായാണ് KB ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരുന്നത്. എന്നാൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി അഹമ്മദ് ദേവർകോവിലിൻ്റെ പകരക്കാരനായി വന്നതെങ്കിലും അദ്ദേഹത്തിന് തുറമുഖ വകുപ്പ് ലഭിക്കില്ല. തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കുകയാണ്. VN വാസവൻ തുറമുഖ വകുപ്പ് ഇനി മുതൽ കൈകാര്യം ചെയ്യും. വാസവൻ്റെ രജിസ്ട്രേഷൻ വകുപ്പാണ് ഇപ്പോൾ കടന്നപ്പള്ളിക്ക് നൽകാൻ ധാരണയായിരിക്കുന്നത്. വകുപ്പുകളിൽ ചെറിയ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകാം. ഏതായാലും കടന്നപ്പള്ളിക്ക് പ്രധാന വകുപ്പ് ലഭിക്കുക രജിസ്ട്രേഷൻ തന്നെയാകും. സഗൗരവമാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തിലെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച്
ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലായിരുന്നു കെ.ബി. ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ. കെ.ബി. ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയിൽ നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യും. സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ ഇടതു രാഷ്ട്രീയ രംഗത്തെ പ്രധാനികളും പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു സത്യപ്രതിജ്ഞ ഇന്നത്തെ വേദി. പക്ഷേ അവിടെ ഏറ്റവും അധികം ചർച്ചയായത്, ഏറ്റവും അധികം രാഷ്ട്രീയ കൗതുകമുണ്ടാക്കിയത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയും ഗവർണറും സാധാരണ കണ്ടുമുട്ടുമ്പോഴുള്ള അഭിവാദ്യമോ പ്രത്യഭിവാദ്യമോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കാതെ തങ്ങളുടെ രോഷം, തങ്ങളുടെ വൈരം വ്യക്തമാക്കുന്ന പ്രകടനമാണ് ഇന്ന് ഇവിടെ നടത്തിയത്. മുഖ്യമന്ത്രി 2 തവണ ഗവർണറുടെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചെങ്കിലും ഗവർണർ 2 തവണയും മുഖം തിരിച്ചു. അതിൻ്റെ നീരസം പ്രകടമാക്കി അതൃപ്തി വ്യക്തമായിക്കൊണ്ടാണ് ഗവർണറുടെ ചായ സത്കാരം എന്ന സൗഹൃദ സാധാരണ അന്തരീക്ഷം ഒരുക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ചടങ്ങ് കൂടി ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രി പുറത്തേക്ക് പോയത്. തൊട്ടു പിന്നാലെ മറ്റു മന്ത്രിമാരും ഗവർണറുടെ ചായ സത്കാരം ബഹിഷ്കരിച്ചു. പുതിയ 2 മന്ത്രിമാർക്ക് പുറമെ AK ശശീന്ദ്രൻ മാത്രമാണ് ചായ സത്കാരത്തിൽ പങ്കെടുത്തത്. ഏതായാലും സർക്കാർ ഗവർണറുടെ പോര് രൂക്ഷമാകുന്നു, അല്ലെങ്കിൽ ഇനിയും അയവില്ലാതെ തുടരുമെന്ന് വ്യക്തമാക്കുന്ന ഒരു വേദിയായി 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറി. നിലവിൽ KSRTC നാഥനില്ലാത്ത അവസ്ഥയിലാണെന്നും ചെലവ് ചുരുക്കി ഓട്ടകൾ അടച്ച് സർവീസ് മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ചയുണ്ടാവും. അപ്പോൾ ഇവിടെ ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ചയുണ്ടാവും. ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പോൾ, ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ, ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും? ജീവനക്കാരെ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പോകാൻ സമ്മതിക്കില്ല. അതായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫോർമുല. അത്രയേ ഉള്ളൂ. എല്ലാ ഓട്ടകളും അടയ്ക്കും. കാരണം നമ്മൾ ഈ വരവിനെക്കുറിച്ച് മാത്രമാണ് നമ്മളെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ? 9 കോടി റെക്കോർഡ് വരുമാനമാണ് കാണിക്കുന്നത്. എവിടെ ഈ പൈസ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കും ഉണ്ട്, ജീവനക്കാർക്കും ഉണ്ട്. അപ്പോൾ ജീവനക്കാരുടെ ആ സംശയം അവർ തന്നെ പറയുന്നുണ്ട്, മാധ്യമങ്ങളിൽ തന്നെ പറയുന്ന കണക്കില്ല എന്ന്. രാജ്ഭവനിൽ ഒരുക്കിയ സൽക്കാരത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് അറിയില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതികരിച്ചു. മന്ത്രിയായിട്ട് ഞാൻ ഒരാളെ കണ്ടിരുന്നു, ശശീന്ദ്രൻ. ഞാനിത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവർ കാത്തിരിക്കുന്നു. ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നതിനെ കുറിച്ച് ഇരിക്കാതെ ഇവിടെ വന്നതാണ്. അതിഥിയെന്നല്ല, അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഇത് കൊണ്ടു കൊടുക്കുന്നതിലും ജീവനക്കാരല്ലേ, അത് സാധാരണ കൊണ്ടു കൊടുക്കുന്നു. ഞാനും അതില്ലാതെ ചായ കുടിച്ചു. അതന്നെ, വേറൊന്നും അതും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം അതിനുശേഷം പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി. തുറമുഖമില്ലെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ല, അതൊക്കെ മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽപ്പെടുന്നതല്ലേ. ചലച്ചിത്ര നടനും DMDK സ്ഥാപകനുമായ വിജയകാന്തിന്റെ സംസ്കാര ചടങ്ങുകൾ കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത് നടക്കുന്നു. ಮೊಬೈಲ್ ಡೌನ್ ಅರುಣ್
വിജയകാന്തിന് വിട ചൊല്ലുകയാണ്. തമിഴ്നാട് സംസ്കാര ചടങ്ങുകൾ DMDK ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രമുഖരെല്ലാവരും, രാഷ്ട്രീയ സിനിമാ പ്രവർത്തകരെല്ലാവരും എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ തുടങ്ങി മന്ത്രിമാരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അയോധ്യ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ വീണ്ടും കോൺഗ്രസ്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചത് വ്യക്തിപരമായ ക്ഷണം മാത്രമാണെന്നും നിലപാട് ഇന്ന് പറയണം നാളെ പറയണമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ മതേതര നിലപാട് ഓർമ്മിപ്പിച്ച മുസ്ലിം ലീഗ് ചടങ്ങിൽ പങ്കെടുക്കണമോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പ്രതികരിച്ചു. വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്നായിരുന്നു CPMന്റെ പ്രതികരണം. അയോധ്യ വിഷയത്തിൽ അസാധാരണ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് വ്യക്തിപരമായ ക്ഷണം മാത്രമാണെന്നും ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമുണ്ടാകില്ലെന്നുമാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസിന് വ്യക്തവും സുചിന്തിതവുമായ നിലപാടുകളെല്ലാം ഞങ്ങൾ ആ നിലപാടുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ നിലപാട് പറയണം, ഇന്ന് പറയണം, നാളെ രാവിലെ പറയണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്ന പാർട്ടിയൊന്നും അങ്ങനെ പറയത്തുമില്ല. ഇതിനിടെ അയോധ്യ വിഷയത്തിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം പാണക്കാട് ചേർന്നു. വിഷയങ്ങൾ വിശദമായി ലീഗ് നേതൃത്വം വിലയിരുത്തി. കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച മതേതര നിലപാട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം, ആരാധനാ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും അറിയണം. അതാണ് ഇന്നെടുത്ത തീരുമാനം. പ്രതിപക്ഷ കക്ഷിയിലെ നേതാക്കളെ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചതിലൂടെ BJP വ്യക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളുടെ വിലയിരുത്തൽ. സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു. BJPയുടെ കെണിയിൽ വീണു പോകരുതെന്നാണ് മുന്നറിയിപ്പ്. As I said, they are misusing and exploiting people's religious sentiments for their political objectives. That is what they want to maximize the impact. That's what they are doing all this with that aim, to try and gain in the parliament elections because of this. But I am sure anybody who is actually religious will also realize that their religious faith, this thing is being exploited for a political gain. ദേശീയ തലത്തിലുള്ള സാഹചര്യമാണ് നിലപാടെടുക്കാൻ കോൺഗ്രസിന് മുന്നിൽ പ്രതിസന്ധിയാവുന്നതെങ്കിലും കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സാഹചര്യമുണ്ട്. കേരളത്തിലെ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്നു. CPM അടക്കമുള്ള കക്ഷികൾ ഇതിനെ രാഷ്ട്രീയ സാധ്യതയായി മാറ്റുകയും ചെയ്യുന്നു. പ്രതിസന്ധിയിൽ ഉത്തരം തേടേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. BJP നേതാവും നടനുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകയ്ക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. IPC 354 വകുപ്പാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റത്തിന് പോലീസ് ആക്ടിലെ 119A വകുപ്പും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തും. അതിനിടെ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നിലപാട് തേടി. നടക്കാവ് പോലീസ് നിലപാട് അറിയിക്കണം. കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് അനുമതിയില്ലാതെ സുരേഷ് ഗോപി സ്പർശിക്കുകയായിരുന്നു. ആദ്യം കൈ തട്ടിമാറ്റിയെങ്കിലും പിന്നീട് വീണ്ടും സുരേഷ് ഗോപി സ്പർശിച്ചു. ഇതേ തുടർന്നാണ് മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകിയത്. നവംബർ 15-ന് സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം തെളിവ് ശേഖരണവും ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, മറ്റ് ദൃശ്യങ്ങൾ ഈ സ്പർശിച്ചവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നീ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷികളിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഗൗരവമുള്ള കുറ്റകൃത്യം തന്നെ ചെയ്തു എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ആദ്യം 353A വകുപ്പ് പ്രകാരമാണ് പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനഃപൂർവ്വം തന്നെ ഈ മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ സുരേഷ് ഗോപി കൈവച്ചു എന്ന വിലയിരുത്തലാണ്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം നടപടി ഉണ്ടായത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IPC 354 വകുപ്പുകൾ പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന കുറ്റമാണ് ഈ 119A എന്ന വകുപ്പിൽ ഉള്ളത്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായെങ്കിലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ജാമ്യം നൽകി സുരേഷ് ഗോപിയെ വിട്ടയക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വകുപ്പുകളും കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം പൂർത്തിയായി, തെളിവ് ശേഖരണവും സാക്ഷികളുടെ മൊഴിയെടുക്കലും പൂർത്തിയായി. ഉടൻ തന്നെ ഈ കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് നടക്കാവ് പോലീസ് അറിയിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി വൈകിട്ട് 7:30 യോഗം വിളിച്ചു. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും. പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറവാടക ഉയർത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി രാഷ്ട്രീയ പോരിലേക്ക് മാറുന്നതിനിടെയാണ് യോഗം. തൃശൂർ പൂരത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പൂരം നടത്തിയതിന് വെല്ലുവിളിയാകുമെന്ന തരത്തിൽ ഭീഷണിയായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നത്. ദേവസ്വങ്ങൾ നേരത്തെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. 3-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ എത്തുമ്പോൾ സാമ്പിൾ പൂരം ഒരു സമാന്തര പൂരമായി നടത്തി പ്രധാനമന്ത്രി ശ്രദ്ധയാകർഷിക്കാനും അതുവഴി സഹായം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളും ദേവസ്വങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, സർക്കാർ ഇടപെടൽ. ഇന്ന് വൈകിട്ട് 7:30 മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ്. ദേവസ്വം പ്രതിനിധികളും ദേവസ്വം മന്ത്രിയും ജില്ലയിൽ നിന്നുള്ള പ്രധാന രാഷ്ട്രീയ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സർക്കാർ നടത്തുന്നത്. കാരണം പ്രധാനമന്ത്രി സ്വാഭാവികമായും തൃശ്ശൂരിൽ വരുന്ന BJPയുടെ രാഷ്ട്രീയ പ്രചരണ പരിപാടിക്കാണ്. അവിടെ ഒരു സമാന്തര പൂരം കൂടി നടത്തിയാൽ അത് രാഷ്ട്രീയമായി BJP ഉപയോഗപ്പെടുത്തുമെന്നൊരു ആശങ്ക സർക്കാരുണ്ട്. അത് മുൻകൂട്ടി കണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ യോഗത്തിൽ പ്രശ്നപരിഹാര വഴികൾ നിർദ്ദേശിക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. BJP രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ദേവസ്വങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പൂരത്തിന് യാതൊരുവിധ പ്രതിസന്ധിയും ഉണ്ടാകില്ല, സാമ്പത്തിക പ്രതിസന്ധി കാരണം പൂരത്തിന്റെ ഒരു ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന ബന്ധപ്പെട്ടവരെ അറിയിക്കാനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. നിർണായകമായ യോഗമാണ് വൈകിട്ട് 7:30 ഓൺലൈനായി ചേരുന്നത്. കുർബാന ഏകീകരണ തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി തുടരുന്നു. സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് ഹൌസിനുള്ളിൽ സിനഡ് കുർബാന അനുകൂലികൾ പ്രതിഷേധിച്ചു. ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചതിനെ തുടർന്നാണ് 3 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത്. തർക്കത്തിൽ വത്തിക്കാൻ ഇടപെടൽ ഉടനുണ്ടാകും. കുർബാന ഏകീകരണ വിഷയത്തിൽ സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം തുടരുകയാണ്. ഇന്ന് പ്രതിഷേധക്കാർ, സിനഡ് കുർബാനയെ അനുകൂലിക്കുന്നവർ ഇന്ന് ഇവിടെ ഈ ആസ്ഥാനത്ത് മണിക്കൂറുകളോളം ഇവിടെ പ്രതിഷേധ സമരത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം പോലീസ് വരെ ഇതിനകത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ബിഷപ്പ് അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററായ ആർച്ച് ബിഷപ്പ് കൂടിയായ ബോസ്കോ പുത്തൂരിനെ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു സമര പരിപാടികൾ. അതിനുശേഷം ഇതിൽ ചർച്ചയിലേക്ക് നീണ്ടു. ചർച്ചയ്ക്കൊടുവിൽ അവർ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുന്നു. അതിന്റെ തീരുമാനങ്ങൾ ഇപ്രകാരമാണ്. സിനഡ് കുർബാന അർപ്പിക്കാൻ ആ സാഹചര്യത്തിൽ പല വൈദികർക്ക് നേരെയും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, ചിലർക്ക് നേരെ കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ രീതിയിൽ തന്നെ അന്വേഷിച്ച് നടപടിയെടുക്കും. ഇതിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെയാണ് വികാരി ജനറൽ കൂടിയായിരുന്ന ഫാദർ ആന്റണി പെരുമായൻ ഈ കരാർ ലംഘിച്ചുകൊണ്ട്, കൂരി അംഗം കൂടിയാണ്, കരാർ ലംഘിച്ചുകൊണ്ട് ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുത്തു എന്ന ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുഭാഗം വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ ആ വിശദീകരണത്തിൽ തൃപ്തരല്ല. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിനെതിരെയും നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും അത്തരം കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ, അതായത് വത്തിക്കാൻ പ്രതിനിധി കൂടിയായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായി സംസാരിച്ചുകൊണ്ട് നടപടികളിലേക്ക് കടക്കുമെന്നൊരു ഉറപ്പിനെ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പിതാവ് ശക്തമായ രീതിയിൽ നെല്ലിശ്ശേരി അച്ഛന് നേരെ ചുണങ്ങുവേലി പള്ളിയിൽ നടന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കാം എന്ന് പിതാവ് സമ്മതിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ
അതിരൂപത ആസ്ഥാനത്ത് നിന്ന് നമ്മൾ പിരിഞ്ഞു പോകില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പിതാവ് പറഞ്ഞത് നമ്മൾ ആവശ്യപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ സിറിൽ പിതാവാണ് ഈ ഉത്തരവാദിത്വം ബോസ്കോ പിതാവിനെ ഏൽപ്പിച്ചത്. അപ്പം നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ബോസ്കോ പിതാവുമായിട്ട് സംസാരിച്ചിട്ട് ആ കാര്യങ്ങളിൽ ബോസ്കോ പിതാവ് സിറിൽ പിതാവുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം എത്രയും വേഗം ഉണ്ടാക്കും. എന്തായാലും കുർബാന ഏകീകരണ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല പള്ളികളിലും തന്നെ ഈ രീതിയിലുള്ളൊരു പ്രതിഷേധ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. പലയിടത്തും കുർബാന നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഇത് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമാകുന്നില്ല. ഏത് കുർബാന ഇവിടെ ചൊല്ലണം എന്നത് സംബന്ധിച്ചുള്ള ഒരു തർക്കം നിലനിൽക്കുന്നു. വത്തിക്കാൻ ഇത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. കാരണം ഏകീകരണ കുർബാന നടപ്പാക്കിയത് സംബന്ധിച്ച് വിശദമായൊരു റിപ്പോർട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഫറോന വികാരിമാരിൽ നിന്ന് വത്തിക്കാൻ തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കാൻ ക്രിസ്മസിന് ശേഷം നടപ്പാക്കണമെന്നുള്ള വത്തിക്കാൻ നിർദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും അതിന് ഉത്തരവാദികൾക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ ഇതിൽ വീണ്ടും ചർച്ചകൾ വേണമെന്നാണ് വിമതർ വൈദികർ ഉൾപ്പെടെയുള്ള വൈദികരും വിശ്വാസികളും ആവശ്യപ്പെടുന്നത്. കണ്ണൂർ ആറളത്തുണ്ടായ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതായി പോസ്റ്ററുകൾ. വയനാട് തിരുനെല്ലിയിലാണ് മാവോയിസ്റ്റുകൾ പോസ്റ്റർ പതിച്ചത്. ആന്ധ്രാപ്രദേശ് റായൽസീമ സ്വദേശി മാവോയിസ്റ്റ് നേതാവുമായ ലക്ഷ്മി എന്ന കവിതയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്ററിലുള്ളത്. ധനലക്ഷ്മി ബാങ്കിന്റെ പുതിയ ശാഖ തിരുവനന്തപുരം നന്ദൻകോട് പ്രവർത്തനം ആരംഭിച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ച പുതിയ ശാഖയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ധനലക്ഷ്മി ബാങ്ക് ബോർഡ് ചെയർമാൻ KN മധുസൂദനൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5830 രൂപ, പവന് 46,640, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോ 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3678 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ